പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല. തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ടുവേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. ശരണമുഖരിതമായി ശബരിമല. സർഭാഭരണ വിഭൂഷകനായ അയ്യപ്പ സ്വാമിയെ കണ്ട് മനം നിറഞ്ഞ ഭക്തർ. എങ്ങും ശരണം വിളികൾ മാത്രം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി കണ്ട് ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യം. 6:20 തിരുഭാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേർന്നു. തുടർന്ന് അയ്യപ്പന് തിരുഭാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടന്നു. ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ഇടുക്കി ജില്ലയിൽ മകരജ്യോതി ദർശിക്കുവാൻ പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും അടക്കം നിരവധി അയ്യപ്പ ഭക്തർ എത്തിയിരുന്നു. പരുന്തുംപാറയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ഇപ്പോൾ ചേരുന്നുണ്ട്. നിജിൽ, മകരജ്യോതി കണ്ട് ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യം നേടിയിരിക്കുകയാണ്. ഭക്തരുടെ ജ്യോതി ദർശനം സുഗമമായിരുന്നു. ദർശനത്തിന് ശേഷം ഭക്തർ പരുന്തുംപാറയിൽ നിന്നും തിരികെ ഇറങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിജിൽ. ഷിബിൻ, ഇടുക്കി ജില്ലയിൽ മകരജ്യോതി ദർശിക്കുവാൻ പ്രധാനമായും പുല്ലുമേട്, അതുപോലെ പരുന്തുംപാറ, പാഞ്ചാലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് പുല്ലുമേട്ടിലേക്കാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മകരജ്യോതി ദർശനവും അതുപോലെ തന്നെ ശബരിമലയും ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടേക്കാണ് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയത്. ഏകദേശം ഒരു 10,000-ഓളം പേരാണ് ഈ പുല്ലുമേട്ടിലേക്ക് എത്തിയത്. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഈ പുല്ലുമേട്ടിൽ ഒരുക്കിയത്. രാവിലെ 6 മണി മുതൽ അയ്യപ്പ ഭക്തർ ഈ പുല്ലുമേട്ടിലേക്ക് എത്തി തുടങ്ങി. ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു പ്രവേശനം അനുവദിച്ചത്. അതിനുശേഷം വരുന്ന ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതുപോലെ മറ്റേ വാർത്താവിനിമയ സംവിധാനത്തിന്റെ BSNLന്റെ ടവർ ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചിരുന്നു. അതുപോലെ രാത്രിയിൽ വെട്ടം ലഭിക്കാനായി വെളിച്ച സംവിധാനം ഉൾപ്പെടെ അവിടെ ഒരുക്കിയിരുന്നു. വളരെ നിയന്ത്രണത്തോടെയാണ് ആളുകളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചതും അതുപോലെ ദർശനം കഴിഞ്ഞ് തിരികെ മടക്കി അയച്ചതും. സത്രത്തിൽ നിന്ന് കുമിളിയിലേക്ക് KSRTC അധിക സർവീസുകൾ നടത്തിയിരുന്നു. ഈ ബസ്സുകളിലാണ് കൂടുതൽ ഭക്തരും തിരികെ അവർ നാടുകളിലേക്ക് പോയത്. അതുപോലെ തന്നെ പീരുമേട് പരുന്തുംപാറയിലും ഇന്ന് ഉച്ച കഴിഞ്ഞ്, അതായത് ഒരു 3 മണി 4 മണിയോടെ ഭക്തർ എത്തി തുടങ്ങിയിരുന്നു. ഏകദേശം ഒരു 2000-ഓളം പേര് പരുന്തുംപാറയിൽ എത്തിയെന്നാണ് ഒരു പ്രാഥമിക കണക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. പരുന്തുംപാറയിലേക്ക് വരുന്ന വഴികളിലെല്ലാം പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ഈ വരുന്ന വഴികളെല്ലാം ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ മറ്റ് ഫയർഫോഴ്സ്, അതുപോലെ മറ്റ് ആരോഗ്യവകുപ്പ്, മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഒക്കെ ഈ വേണ്ട സേവനങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. ഭക്തർക്ക് വേണ്ട കുടിവെള്ളം, അതുപോലെ പ്രാഥമികത്വം നിർവഹിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിരുന്നു. ഈ പരുന്തുംപാറയിൽ ഒരു കാര്യത്തിലേക്ക് കടക്കുവാണെങ്കിൽ ഇവിടെ ഈ ചില സമയത്ത് മഞ്ഞിറങ്ങും. പക്ഷെ ഇന്ന് എന്നാൽ കാര്യമായ മഞ്ഞിറങ്ങിയില്ല. ഈ മകരവിളക്ക് ദർശനം ഇവിടെ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പകരം സംവിധാനത്തിന് വേണ്ടി ഈ ടെലിവിഷൻ ഇവിടെ സംവിധാനം ഒരുക്കിയിരുന്നു. അതിലൂടെ ലൈവ് സംപ്രേഷണം ഇവിടെ നടത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് പാഞ്ചാലിമേട്ടിലും സൗകര്യങ്ങൾ ഒരുക്കിയത്. അവിടെയും പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ പെരുവന്താനം പഞ്ചായത്തിന്റെ പരിധിയിലാണ് പാഞ്ചാലിമേടുള്ളത്. അതുകൊണ്ട് ഇവിടെ അവരുടെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഒരുക്കിയിരുന്നു. അങ്ങനെ മറ്റ് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ സുഗമമായ ദർശനമായിരുന്നു ഈ 3 സ്ഥലത്തും അയ്യപ്പഭക്തർക്ക് ഉണ്ടായത്. ഇവരെല്ലാവരും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി കണ്ട് മടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായത്. ഷിബിൻ.
ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോട് കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ട് വേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോട് കൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.